വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഡിമോണ്ടി കോളനി 2 ആണ്. നമുക്ക് കമന്റ് സെക്ഷനിൽ ഇങ്ങനെ സജഷൻ വന്നൊരു റിയാക്ഷൻ ആണ്. ബിക്കോസ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു മൂവി, ഐ മീൻ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ള കാര്യം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ ഇതൊരു ഹൊറർ ജോണറിൽ വരുന്നതാണ്. ബിക്കോസ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഇവർ 4 പേര് പോകുന്നതും പിന്നെ അതിൽ ഗോസ്റ്റ് ജയിക്കുന്നതൊക്കെ ആയിട്ടാണ് എൻഡിങ് വരുന്നത്. സോ അവിടെ ഹ്യൂമൻസ് മീൻസ് അവർ തോറ്റു പോവുകയാണ് ഗോസ്റ്റിന് ഫ്രണ്ടിൽ. സോ പാർട്ട് 2 എങ്ങനെയാണ് നമുക്കറിയില്ല. ഇതെന്തായാലും ട്രെയിലറാണ്. ട്രെയിലർ എല്ലാ മൂവിയിലെ ട്രെയിലർ നൈസ് ആയിരിക്കും. കാരണം ട്രെയിലറാണ് നമ്മളെ മൂവി കാണാനായിട്ട് ഇങ്ങനെ എന്തായാലും പ്രചോദനം തരുന്ന ഒരു സാധനം. സോ നമ്മൾ ട്രെയിലറാണ് ഇന്ന് റിയാക്ട് ചെയ്തത്. നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം. டிமாண்டி வீட்டை விட்டு அந்த செயின் வெளியே எங்க போனாலும் ஏதாவது ஒரு வழியில் கண்டிப்பா திரும்ப அந்த வீடு வந்து சேரும். யாரோ பாட்டி இருக்காங்க. பார்த்திபன் லைன்ல வாங்க. என்ன சத்தம்ங்க? உள்ள யாரோ இருக்காங்க. சொல்ல கேளு போகாத. இது நம்மள உள்ள வர வைக்கிறதுக்கான ட்ராமா கூட இருக்கலாம். எது நடக்க கூடாதுன்னு நினைச்சோம் அது இப்போ நடக்க போகுது. டிமாண்டி விட்டு வெளியே வந்துடுச்சு. அது நம்மள வழி தீக்காம விடாது. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ശരിക്കും എന്താ പറയുക ഭയങ്കര ക്യൂരിയസ്ഡ് ആയിട്ട് കണ്ടതാണ്. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ബിക്കോസ് നിങ്ങൾ പേടിച്ചില്ലേ? ഞാൻ പേടിച്ചു. എനിക്ക് ചില പാർട്സൊക്കെ ഇതൊക്കെ ശരിക്കും പേടി തോന്നിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഗോസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ ഹൊറർ ജോണർ മൂവീസ് കാണാൻ. പക്ഷെ അതുപോലെ ഞാൻ പേടിക്കുകയും ചെയ്യും. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ കാണും. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ചില മറ്റിങ്ങനെ ലാൻഡ് കണക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറേ പേരിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അജയ് ആർ ജ്ഞാനമുത്തു ആണ്. അറിയാം, നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും പേടിച്ച്. ലീഡ് റോളിൽ നിൽക്കുന്നത് നമ്മുടെ അരുൾ നിധിയും പ്രിയ ഭവാനിയുമാണ്. നൈസായിട്ടുണ്ട്. അവർ സ്റ്റാർ ചെയ്യുന്ന ആളുകളാണ്, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ശരിക്കും പേടിച്ചു. ലാസ്റ്റത്തെ ആ ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ വരുന്നില്ലേ, അടിപൊളി. ട്രെയിലറാണ് നമുക്ക് മൂവി കാണാൻ ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ ഇൻസ്പിറേഷൻ എന്നൊരു തോന്നൽ. ഞാൻ ശരിക്കും പേടിച്ചു. അതാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് നമുക്ക് നോക്കിയാൽ മ്യൂസിക് മ്യൂസിക് ചെയ്തേക്കുന്ന സാം സി എസ് ആണ്. സൂപ്പർ മ്യൂസിക്, എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഗോസ്റ്റ് മൂവി അല്ലെങ്കിൽ ഹൊറർ മൂവിയിൽ ഏറ്റവും വേണ്ട സാധനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബോറായി പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. പക്ഷേ ഇത് മ്യൂസിക്, പക്ഷെ ഫുൾ മൂവി നമ്മൾ കണ്ടിട്ടില്ല. ട്രെയിലറിലുള്ളത് അമേസിംഗ് ആയിട്ടുണ്ട്, സൂപ്പർബായിട്ടുണ്ട്. ഡിമോണ്ടി കോളനി ഫസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ
ഇങ്ങനെ ഇരുന്ന് കണ്ടൊരു ഫീലായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നു. സോ സെക്കൻഡ് പാർട്ട് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അതേ ഫീലിംഗ് തോന്നുന്നുണ്ട്. ഞാൻ എക്സ്ട്രീംലി എക്സൈറ്റഡ് ആണ്. എന്ത് പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരിടയ്ക്ക് കണ്ടതിൽ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെട്ട ട്രെയിലറായി മാറിപ്പോയി. ആൻഡ് ഗൈസ്, നമ്മുടെ വീഡിയോ ഇത് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.